എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം വിശാഖം നക്ഷത്രത്തിന്റെ വിഷുഫലത്തെ കുറിച്ച് നോക്കാം. 2026 വിഷുഫലം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് വരുന്നത്. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായി വരും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. മാത്രമല്ല അത് വിജയത്തിലെത്തുകയും ചെയ്യും. കാരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. സ്ഥാനക്കയറ്റത്തിനും സാധ്യത വളരെയധികം കാണുന്നു. ഏപ്രിൽ മാസത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നു. പുതിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടി ആലോചിച്ച് വേണം ഈ നിക്ഷേപങ്ങൾ നടത്താൻ. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. കുടുംബത്തിൽ വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ വീട്ടിൽ സന്തോഷവും സമാധാനം ഇന്ന് നിലനിൽക്കും. പുതിയ വീട് വാങ്ങാനോ നിർമ്മാണം തുടങ്ങാനോ സാധിക്കും ഈ വർഷം. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഉള്ള ബന്ധം മെച്ചപ്പെടും. സാമൂഹികമായ അംഗീകാരവും ആദരവും ഈ വർഷം നിങ്ങളെ തേടിയെത്തും. ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് കാണുന്നത്. എങ്കിലും അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ഇത് കുറയ്ക്കാനായി നമ്മൾ വിശ്രമവും ധ്യാനവും ഒക്കെ ശീലിക്കുക. പിന്നെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തണം. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണം. ആസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അത് കുറയ്ക്കാനാണ് പറഞ്ഞത്. കൃത്യസമയത്ത് നമ്മൾ ആഹാരം കഴിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യണം. വ്യാഴപ്രീതി അത്യാവശ്യമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. ഗണപതി ഹോമം നടത്തുക. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. കൂടാതെ ഗണപതിക്ക് ത്രിമുദരം വഴിപാടായി നടത്തുക. പിന്നെ കറുകമാലയും സമർപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. സാധുക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് വാങ്ങി നൽകുക. അന്നദാനം എന്ന വഴിപാട് നടത്തുക. സാധുക്കൾക്ക് മറ്റേ അന്നദാനങ്ങളുണ്ടല്ലോ, അനാഥാലയങ്ങളിൽ അവിടെയൊക്കെ പോയി ഭക്ഷണങ്ങൾ നൽകുക, വസ്ത്രങ്ങൾ നൽകുക, മരുന്ന് നൽകുക. ഇതൊക്കെ ഏറ്റവും പുണ്യവത്തമായ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടെത്തിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഈ വിഷുവർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് അനിഴം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുവർഷം അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് വരുന്നത്. ജൂൺ മാസം വ്യാഴം മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ധാരാളമായി ഉണ്ടായി വരും. കരിയറിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ജോലി ലഭിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക. മിഥുനമാസം മധ്യത്തോടെ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാകും. കടബാധ്യതയ്ക്ക് നമുക്ക് തീർക്കാൻ ഈ വർഷം സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാര് പങ്കാളികളുമായി ഇടപെടുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തണം. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായി ഫലം കിട്ടുകയുള്ളൂ. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് എന്നും നിലനിൽക്കുക. വിവാഹത്തിൽ തീരുമാനം ഉണ്ടാകും ഈ വർഷം. തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ഉള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരും. വീടുപണി പുതുക്കി പണിയാനും വാഹനം വാങ്ങാനും അനുകൂലമായ സമയമാണ് ഈ വർഷം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ അസന്ധിവേദന
ഉള്ളവർ കൃത്യമായ പരിശോധന നടത്തണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം എന്നും ശീലിക്കുക. ഈ വിഷുവർഷം അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. ശനിപ്രീതി അത്യാവശ്യമാണ്. ശനിയാഴ്ച ശാസ്താ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുക. എള്ളുകിഴി കത്തിക്കുക. നീരാഞ്ജനം വഴിപാട് നടത്തുക. ശനി മന്ത്രങ്ങൾ ജപിക്കുക. ഓം ശനീശ്വരായ നമ എന്ന മന്ത്രവും ജപിച്ചാൽ മതി. ഹനുമാൻ സ്വാമിയെ ഭജിക്കണം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല എന്നിവയൊക്കെ വഴിപാടായി ചെയ്യുക. ഹനുമാൻ ചാലിസ ജപിക്കാൻ സാധിക്കുമെങ്കിൽ അതും ജപിക്കുക. കൂടാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകാൻ ശ്രമിക്കണം. ഇത് അത്യാവശ്യമായ കാര്യമാണ്. ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തും. ഇതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും വാങ്ങാൻ മറക്കരുത്. ഇത്രയൊക്കെ ചെയ്താൽ അനിഴ നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമായി വരും. ജീവിതം സർവ ഐശ്വര്യപൂരിതമായി തീരും. എല്ലാം ശുഭമായി തീരും. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുവർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ ഒരു വർഷമാണ് കാത്തിരിക്കുന്നത്. വ്യാഴം ജൂൺ മാസത്തോടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. ഇത് വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും. ജൂൺ ആദ്യ ആഴ്ച വരെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പ നിയന്ത്രണം ആവശ്യമാണ്. അതിനുശേഷം സാമ്പത്തികമായ പുരോഗതി ഇവർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് ഉണ്ടാകും സാധ്യത വളരെയധികം കാണുന്നു. ജൂണിന് ശേഷം പുതിയ ബിസിനസ് ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. സന്താന ഭാഗ്യം ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും വർദ്ധിക്കും. കല സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് നല്ലൊരു കാലമാണ് ഈ വരുന്നത്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സ്ഥിതിയാണ്. എന്നാലും ഭക്ഷണം കഴിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം. 2026 വിഷുവർഷം അനുകൂലമായി വരാൻ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യണം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല ആത്മാർത്ഥമായി സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. വിഷ്ണു സഹസ്രനാമം അമ്പലത്തിരുന്ന് ജപിക്കാൻ ശ്രമിക്കുക. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. പാൽപ്പായസം വഴിപാട് നടത്തുക. മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക. നാഗദൈവഭജനം അത്യാവശ്യമാണ്. ഇത് ഐശ്വര്യം കൊണ്ടുവരും. പാവപ്പെട്ടവർക്ക്, വിദ്യാർത്ഥികൾക്ക് വസ്ത്രം, പഠനോപകരണങ്ങൾ, പുസ്തകം എന്നിവ വാങ്ങി നൽകിയാൽ ബുധൻ്റെ പ്രീതി നിങ്ങൾക്ക് നേടാം. എല്ലാം ശുഭമായി തീരും. അതുകൂടാതെ പാവപ്പെട്ടവരായ സാധുക്കൾക്ക് അന്നവും ആഹാരവും വസ്ത്രങ്ങളും മരുന്നുകളും ഇവ വാങ്ങി നൽകുക. അത്രയും പുണ്യമായ കാര്യം വേറെ ഒന്നുമില്ല. നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനം ഉണ്ടാക്കും. നിങ്ങൾക്ക് വർദ്ധിച്ച ധനം നിങ്ങൾക്ക് തേടി വരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ ഇവർക്ക് ഈ വിഷുവർഷം അനുകൂലമായി വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും മംഗളങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. തൃക്കേട്ടക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.